أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ദർസിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിലെ ദീനിന് അനുസരണം എന്ന അർത്ഥം നൽകിക്കൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. അതായത് മുസ്ലിങ്ങളുടെയും കാഫിര്യങ്ങളുടെയും അനുസരണയുടെ നിലവാരവും അതിൻ്റെ അടിസ്ഥാനവും രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിൽ അവർക്ക് ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾക്ക് ആരാധനാകർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ അനുസരണം അനിവാര്യമാണ്. അനുസരണത്തിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ പ്രവാചകന്മാരെ അനുസരിക്കണമെന്നതായിരുന്നു. അനുസരണത്തിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. അതായത് അള്ളാഹു പറയുന്നു, നമ്മുടെ സ്മരണയിൽ നിന്നും ആരുടെ ഹൃദയം അശ്രദ്ധമായിരിക്കുന്നുവോ, ആര് തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നുവോ, ഒപ്പം ആരുടെ കാര്യം അതിരുകവിയുകയും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളവരെ നീ അനുസരിക്കരുത്. അതായത് ഒരു മുസ്ലിം അനുസരിക്കേണ്ടതും ആരാധന നിർവഹിക്കുമ്പോൾ കൂടെ ഉണ്ടാകേണ്ടതും ഹൃദയത്തിൽ ദൈവഭയമുള്ള ആളുകളോടായിരിക്കണം. അവർ ദൈവസ്മരണ നടത്തുന്നവരായിരിക്കണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിൽ നിന്നും ദൂരപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അനുസരണത്തിൻ്റെ മൂന്നാമത്തെ അടിസ്ഥാനം വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ. അതായത് ധാരാളം സത്യം ചെയ്യുന്ന നീചനായ ഒരുത്തനും നീ വഴങ്ങരുത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ കേവലം ആണയിട്ടുകൊണ്ടാവരുത്. ഇങ്ങനെ സത്യം ചെയ്യുന്ന ആണയിടുന്ന ആളുകളെ പിൻപറ്റരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളും തങ്ങളുടെ വാദങ്ങളുടെ അടിസ്ഥാനം യാഥാർത്ഥ്യങ്ങളിലും തെളിവുകളിലും സാക്ഷ്യങ്ങളിലുമാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ അവിശ്വാസികളാകട്ടെ അവരുടെ കാര്യത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ തങ്ങളുടെ വാദങ്ങളെ കേവലം സത്യം ചെയ്തുകൊണ്ടും ആണയിട്ടുകൊണ്ടും മുന്നോട്ട് വെക്കുന്നു. എങ്ങനെയാണ് ഇത്തരക്കാരുമായി ആരാധനാകർമ്മങ്ങളിൽ ഐക്യപ്പെടാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുക? അള്ളാഹുവിനോടുള്ള അനുസരണയുടെ നിലവാരത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ മറ്റൊരു കാഴ്ചപ്പാട്, ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് ഏതെങ്കിലും ഭൗതിക നേട്ടമുണ്ടാക്കാനാകരുത് എന്നതാണ്. ഉദാഹരണമായി സക്കാത്ത് നൽകുമ്പോൾ അതിലൂടെ സാമൂഹിക ബന്ധം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമുണ്ടാകരുത്. മറിച്ച് ദൈവത്തിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം സക്കാത്ത് നൽകുന്നത്. എന്നിരിക്കെ തങ്ങളുടെ ദൈവങ്ങളുടെ കൽപ്പനയെ ഭൗതികവും സാമൂഹികവുമായ ഗുണത്തിനു വേണ്ടി പ്രാവർത്തികമാക്കുന്ന അവിശ്വാസികളുമായി മുസ്ലിങ്ങൾ എപ്രകാരമാണ് ആരാധനയിൽ ഐക്യപ്പെടുക? ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതി, ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥമായ അത്വാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ അനുസരണയല്ല, മറിച്ച് പരിപൂർണ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്ന അനുസരണയാണ്. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിൻ്റെ വിവക്ഷ, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങളുടെ അനുസരണം എന്നത് ബാഹ്യമായ ആചാരാനുഷ്ഠാനമാണ്, എന്നാൽ എൻ്റെ അനുസരണം എന്നത് പരിപൂർണ ഹൃദയത്തോടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ
പ്രാവർത്തികമാക്കുക എന്നതാണ്. ഇത്തരത്തിലുള്ള അനുസരണത്തിലൂടെ ഒരുവന് സന്തോഷവും അനുഭൂതിയും കരസ്ഥമാകുന്നു. പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടി കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ അതിന് 4 കാര്യങ്ങൾ അനിവാര്യമാണ്. അതിലൊന്നാമത്തേത് കൽപ്പനകളുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ നാം നോക്കുമ്പോൾ ഇസ്ലാമിക കൽപ്പനകളെല്ലാം തന്നെ കേവലം കൽപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ഗുണത്തെയും ഉദ്ദേശത്തെയും കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു. അതിലൂടെ ആ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിക്ക് ഒരു ആനന്ദമുണ്ടാകുന്നു. വ്യർത്ഥമായ കാര്യമല്ല ചെയ്യുന്നത്, മറിച്ച് വ്യക്തിപരവും സാമൂഹികവുമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് താൻ ചെയ്യുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നു. അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനകൾ നൽകുമ്പോൾ അതോടൊപ്പം അതിൻ്റെ ഹിക്മത്തിനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം. അതായത് അള്ളാഹു കൽപ്പനകളടങ്ങിയ ഒരു ഗ്രന്ഥം ഇറക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ തത്വജ്ഞാനവും അവതരിപ്പിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.